നമസ്കാരം സുഹൃത്തുക്കളെ. FCRA ചട്ട ഭേദഗതിയിൽ കേന്ദ്രത്തോട് മൃദു സമീപനം മതിയെന്ന് ക്രൈസ്തവ സഭ. ഇന്നലെ ചേർന്ന KCBC യോഗത്തിലാണ് തീരുമാനം. BJPയെ പ്രകോപിപ്പിക്കുന്നത് കൂടുതൽ കുരുക്കിനിടയാക്കുമെന്ന് മെത്രാൻമാരുടെ വിലയിരുത്തൽ. പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് ബില്ലിൽ മാറ്റം വരുത്താമെന്നും BJPയുടെ സഹായം തേടാമെന്നും യോഗം തീരുമാനിച്ചു. അങ്ങോട്ട് കടുപ്പിച്ചാൽ ഇപ്പോഴുള്ളതിനേക്കാൾ കടുപ്പത്തിൽ തിരിച്ചു വന്നാലോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായോ KCBC യോഗത്തിൽ ഇന്നലെ? എന്തുപറ്റി ഈ പുരോഹിത വർഗത്തിൽ ഇപ്പോൾ? നേരത്തെ ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഇവരുടെ ശൈലി. കയ്യിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ വെച്ചിട്ട്, വോട്ട് ബാങ്ക് വെച്ചിട്ട് ഭരണാധികാരികളെ, അതാത് സമയത്തെ ഭരണാധികാരികളെ അവരോട് വിലപേശുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന പരിപാടിയായിരുന്നല്ലോ നിങ്ങൾ നേരത്തെ അനുവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്താണോ ഇങ്ങനെ ഒരു മാറ്റം? അയ്യോ, ഇങ്ങനെയൊന്നും പാടില്ല കേട്ടോ. മൃദു സമീപനമല്ല, നിങ്ങൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടപെട്ടാൽ മതി. തുടർന്നും അങ്ങോട്ട് കേന്ദ്ര സർക്കാരിനോട്. ആ ദീപിക പത്രം ഉണ്ടല്ലോ, ആ ദീപിക പത്രത്തിൽ ഒരു പാതിരിയുണ്ട്. അയാൾ എഡിറ്റോറിയൽ അടക്കം ദിവസവും 10-16 കോളം വാർത്ത, സംഘപരിവാർ വിരുദ്ധ വാർത്ത കൊടുക്കാൻ വേണ്ടി മാത്രം തച്ചിനിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അങ്ങനത്തെ ഒരു വാർത്തയും കാണാനില്ല. എന്തുപറ്റി? പറഞ്ഞ പോലെ FCRA എന്ന് പറഞ്ഞ ഒരു നിയമം കർശനമായ രീതിയിൽ ഭേദഗതി വരുത്തിയല്ലോ അല്ലേ? അതിൻ്റെയാണല്ലേ. എന്താ ഇത്ര പേടിക്കാനുള്ളത്? ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗം മാത്രമല്ലല്ലോ ഈ FCRA ഫണ്ട് വാങ്ങുന്നവർ. ഹിന്ദുക്കളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, സിഖുകാരിലുണ്ട്, മറ്റു പലരും ബുദ്ധ മതക്കാരിലൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം പ്രശ്നം? കണക്ക് കൊടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യുന്നു എന്നതിനെപ്പറ്റി വിവരം കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോയി. എന്ത് സ്വാതന്ത്ര്യം? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒന്നും ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല. വിദേശത്തുനിന്ന് ഫണ്ട് വരുത്തിയിട്ട് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം, ചെലവഴിക്കാം, എന്തും കാണിക്കാം എന്നൊന്നും ഒരു ഭരണഘടനയിലുമില്ല, ഇന്ത്യൻ നിയമത്തിലുമില്ല. പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കി അത് അവതരിപ്പിച്ചാൽ അത് പാലിക്കുക എന്നതാണ് ഇന്ത്യൻ പൗരനായിരിക്കുന്ന എല്ലാവരുടെയും കർത്തവ്യം, കടമ. നിങ്ങൾക്ക് മാത്രം എന്തേ അത് പറ്റാത്തത്? മുൻകാലങ്ങളിൽ ഒരുപാട് അമിത സ്വാതന്ത്ര്യം നിങ്ങൾ എടുത്തിട്ടുണ്ട്. മണിപ്പൂരിൽ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് പോലും അതിൽ പങ്കാളിയെ അല്ലാത്ത സംഘപരിവാറിനെ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ പല പുരോഹിതരും എത്രയോ വേദികളിൽ പരസ്യമായിട്ട് നിങ്ങൾ പ്രസംഗിച്ചിരുന്നു. എത്ര ആഴ്ചകൾ കാണ്ഡമായിട്ട് നിങ്ങൾ പരമ്പര പ്രസിദ്ധീകരിച്ചിരുന്നു, ദീപിക പത്രത്തിലും മറ്റുമൊക്കെ. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് മഠങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തിൽ മത നേതൃത്വങ്ങൾ കൈകടത്തി തുടങ്ങി. എവിടെ? ഇന്ത്യയിൽ. എത്രയോ വർഷമായിട്ട് അത് തന്നെ. ഇതെന്തോ അനുവദിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്ന കാര്യം പോലെയാണ് നിങ്ങൾ അങ്ങ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. എത്ര വൃത്തികെട്ട പരിപാടിയായിരുന്നു ആ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയാം. ഈ ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലമാണല്ലോ വത്തിക്കാൻ. പോപ്പ്, മാർപ്പാപ്പ എന്നത് നിങ്ങളുടെ അവസാന വാക്കുമാണ്. പക്ഷേ ഇന്നേ നാഴിക വരെ ഇറ്റലി എന്ന ആ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയമാവട്ടെ, അവിടെ ഒരു അഭിപ്രായ പ്രകടനം പോലും നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഈ മാർപ്പാപ്പ എന്ന വ്യക്തി പറയില്ല, പറയാൻ അനുവദിക്കില്ല. വത്തിക്കാൻ എന്ന് പറഞ്ഞൊരു ചെറിയ സെറ്റപ്പ്, ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ പോപ്പിനെ ഇരുത്തിയിരിക്കുകയാണ്. മതകാര്യങ്ങൾ നോക്കി അവിടെ ജീവിക്കുക, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെല്ലില്ല, പറയാറില്ല. മറ്റൊരു കാര്യം കൂടെ പറയാം. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിലും ഇതൊന്നും ആരും പറയില്ല. ഇറ്റാലിയൻ മാഫിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ കാലമായിട്ട് കേൾക്കുന്ന. ഇപ്പോൾ പിന്നെ അത്ര ശക്തമൊന്നുമല്ല ഈ പറഞ്ഞ സംഗതി. എങ്കിൽ മുമ്പ് ഈ വലിയ രീതിയിൽ തന്നെ സമാന്തരമായിട്ടുള്ള ഭരണകൂടം പോലെയാണ് നടന്നുകൊണ്ടിരുന്നത്, ഇറ്റാലിയൻ മാഫിയ എന്ന് പറയും. പക്ഷേ ഈ ഇറ്റാലിയൻ മാഫിയ കാണിച്ചുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും ഭരണകൂടത്തെ ആരെങ്കിലും എപ്പോഴെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അവിടെ അവർ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് അവിടുത്തെ ഭരിക്കുന്നവർ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ല, ഏൽക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ ഇന്ത്യയിലേക്ക് നോക്കുക, ഇവിടെ ഏതെങ്കിലും സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു ലോക്കലായിട്ടുള്ള പ്രശ്നമായിരിക്കും, പക്ഷേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാൾ ഹിന്ദുവും ഒരാൾ ക്രിസ്ത്യനും, അല്ലെങ്കിൽ ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിം ആണെങ്കിൽ അത് മതത്തിൻ്റെ ലേബലിലേക്ക് വെച്ചിട്ട് ഒരറ്റത്തേക്ക് സംഘപരിവാറിനെ കൂടി അങ്ങോട്ട് ചാപ്പ കുത്തി വെച്ചിട്ട് ശത്രുപക്ഷത്തെ നിർത്തുന്ന രീതിയിൽ അങ്ങ് കയ്യിലുള്ള മാധ്യമങ്ങൾ വഴിയും അല്ലാത്ത വഴിയും അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് തരം വൃത്തികെട്ട സ്വാതന്ത്ര്യമായിരുന്നു അത്? ഇതെല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളല്ലേ? എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളായിരുന്നില്ലേ? അമേരിക്കയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരു പോലീസുകാരൻ കാൽമുട്ടുകൊണ്ട് ചവിട്ടി കൊല്ലുന്ന ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവിടുത്തെ സർക്കാരുകൾക്കെതിരെ ആരെങ്കിലും സമരം നടത്തിയിട്ട് അറിയാമോ? ഇവിടെയാണ് അതിൻ്റെ സമാനമായിട്ടുള്ള സംഘം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി മോദി എന്നാണ് ഇവർ പറയുന്നത്. UP നടക്കുന്നെങ്കിൽ യോഗി എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മാത്രം നടക്കുന്ന വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിന് കുടപിടിക്കാൻ ഇവിടെ ചില മത പുരോഹിതരും ഉണ്ടായിരുന്നു. ഇക്കാലം അത്രയും വളരെ സുഖമായിരുന്നു. കാരണം കേരളത്തിൽ അവരെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. കേരളത്തിലെ ചില പോക്കറ്റുകളിൽ അവർക്ക് വോട്ടുണ്ട്, സ്വാധീനമുണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കുന്ന ചില ആളുകളുണ്ട്. എല്ലാവരുമല്ല കേട്ടോ, എല്ലാവരുമല്ല. അപ്പോൾ അതിൻ്റെ ബലത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ കൂടി വരുതിയിലാക്കാം എന്ന ധാരണയിലായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും PC ജോർജിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും അനൂപ് ആന്റണിയെയും അടക്കമുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ഒരു മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ് കാണുന്നത്. 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തെ കടൽ തീരത്തുള്ള പള്ളികളിലും മറ്റും
കൂട്ട പ്രാർത്ഥന നടന്നു നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് 2019 സമയത്ത് സമാനമായിട്ടുള്ള ദിവസം, അതേ ദിവസം തന്നെ അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്തും ബോംബെയിലും മുംബൈയിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും നടന്നു ഒരേ സമയത്ത് പ്രാർത്ഥന. പാകിസ്ഥാനിൽ അത് മുസ്ലിം പള്ളികളിലായിരുന്നെങ്കിൽ ഇവിടെ ലത്തീൻ കാത്തലിക്കരുടെ പള്ളികളിലും അവരുടെ അച്ഛന്മാരും പരസ്യമായിട്ട് തന്നെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ, BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കിവിടെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരുന്നു രാഷ്ട്രീയത്തിൽ ഇടപെടാം, അവരെ ഈ വോട്ട് കാണിച്ച് വരുതിയിലാക്കാം, പേടിപ്പിക്കാം, വിലപേശലിൽ വേറൊരു രൂപം കൂടെ നമ്മളിവിടെ കുറേ കാലം മുമ്പ് കണ്ടിട്ടുണ്ട്. പാംപ്ലാനി എന്ന് പറഞ്ഞൊരു ബിഷപ്പ്, അദ്ദേഹം വന്നിട്ട് പറയുന്നു റബ്ബറിന് 300 തന്നാൽ 2 MP ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന്. അത് ഭീഷണിയും വിലപേശലുമാണ്. കേന്ദ്ര സർക്കാർ റബ്ബറിന് അങ്ങോട്ട് 300 താ, ഞങ്ങൾ 2 MP അങ്ങ് തരാം. എന്ത് തരം വിലപേശലാണ്? ഇവരത് ചിന്തിക്കുന്നില്ല. ഇവിടുത്തെ മാപ്രകളും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു വെച്ചിരിക്കും. ഇതങ്ങ് അനുവദിച്ച് കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെന്തോ സാമാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ബട്ട് ഇവർ ഇത്രയും നാളും ഇവർ കണ്ടിരിക്കുന്നത് ഈ നൈറ്റിധാരികളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി വണങ്ങി നിൽക്കുന്ന ഭരണാധികാരികളെ മാത്രമാണ് അവർ കണ്ടു ശീലിച്ചിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മെത്രാമാരുടെ ഒരു പട തന്നെ ഡൽഹിയിൽ പോയി. അവിടെ ചെന്നിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിട്ട് FCR ഈ ഭേദഗതി ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം 3 തവണ സമ്മതിച്ചില്ല. 3 തവണ ഇവർ ശ്രമിച്ചു, 3 തവണയും അനുമതി കൊടുത്തില്ല. അതായിരുന്നില്ല കുറേ നാൾ മുമ്പത്തെ അവസ്ഥ. അവർക്ക് അവിടെ എപ്പം വേണമെങ്കിലും കയറി ചെല്ലാമായിരുന്നു. പക്ഷേ ഒരുപാട് താന്നു കൊടുത്തു BJPയും അവരുടെ നേതാക്കളും അണികളും അടക്കമുള്ളവർ. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത്. പിന്നീട് അവർക്ക് തന്നെ അവരുടെ നേതാക്കൾക്ക് എത്ര മനസ്സിലായി എന്നറിയില്ല, പക്ഷേ അവരുടെ അണികൾക്ക് മനസ്സിലായിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയത് ഈ വോട്ടൊന്നും കൊണ്ടല്ല. ഇവിടുത്തെ ഹിന്ദുക്കളിൽ പകുതി പേരുടെ വോട്ട് പോലും അന്ന് കിട്ടിയില്ല. എന്നിട്ടും അവർ ഭരിച്ചു. പിന്നെ എന്തിനാണ് ഇവറ്റകളുടെയൊക്കെ പിന്നാലെ പോകുന്നത് എന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. ഒരു വർഷം മുമ്പ് വരെയൊക്കെയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് കൂടെ കിട്ടി, ഇവിടെ കുറച്ച് സീറ്റ് നമുക്ക് നേടാം എന്നൊരു ചിന്താഗതിയോടെ നടക്കുന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? വോട്ട് വേണ്ടെങ്കിൽ വേണ്ട, ഭരണം വേണ്ടെങ്കിൽ വേണ്ട, ഇത് കിട്ടുന്നില്ലെങ്കിൽ ഇല്ല, MLA ഇല്ലെങ്കിൽ ഇല്ല, ഇവർക്ക് അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കരുത് എന്നാണ് അണികൾ പറയുന്നത്. അവർ അവരുടെ നേതാക്കളെ അതിനെ നിർബന്ധിതരാക്കിയാണ്. ഇപ്പോൾ മുമ്പ് കേക്കും കൊണ്ട് അരമനെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇനി കാണാൻ പറ്റില്ല, പോവാൻ അണികൾ സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ മുന്നിൽ സൗഹൃദത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തിരുന്നു, കരം നീട്ടിയിരുന്നു. അപ്പോഴൊക്കെ അവർക്ക് പുച്ഛമായിരുന്നു. ഇപ്പോൾ FCR ഈ നിയമ ഭേദഗതി കർശനമായിട്ട് നടപ്പാക്കാൻ പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ വിലപേശൽ കൊണ്ട് ഇനി കാര്യമില്ല, പിടി വീഴുമെന്ന്. എന്താ പറയുക, സഭാ വിശ്വാസികളായിട്ടുള്ളവർ പറയുന്നു അത് നടപ്പാക്കണം, കണക്ക് കാണിക്കട്ടെ. അവർക്ക് കണക്ക് കാണിക്കാൻ ബുദ്ധിമുട്ട് എന്താണ്? മതപരിവർത്തനം നടത്തരുത് എന്നൊരു ക്ലോസ് കൂടി അതിനകത്തുണ്ട്. ആ പണം വെച്ചിട്ട് ഇവിടെ വേറെ ചെയ്യാം, പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് പണം ഇറക്കിയിട്ട് ആ പണം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് തെറ്റ്? അതങ്ങനെ തന്നെ വേണം. അപ്പോൾ ഇവർ വിചാരിച്ച പോലെ ഇതിൽ ഈ സഭാവിശ്വാസികളുടെ ഒരു പിന്തുണ അവർക്ക് കിട്ടിയില്ല. സഭാവിശ്വാസികളുടെ തന്നെ ഒരു ധാരണ, അവർ കരുതുന്നത് ഈ പണം ഇവരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഞങ്ങൾക്കിതുകൊണ്ട് 1 രൂപ പോലും നേട്ടമില്ല. അപ്പോൾ സർക്കാർ പറയുന്നു അതിൻ്റെ കണക്ക് കാണിക്കട്ടെ, അവർ ലോഹാധാരികൾ കാണിക്കട്ടെ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. പക്ഷേ അവർ ഉരുണ്ട് കളിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് അവർക്ക് ആശങ്ക എന്നാണ്. ആശങ്ക എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, ഭയമാണ്. ഭയം കൂടുതൽ മസിൽ പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് വന്ന പണവും അത് ഏത് NGOയ്ക്ക് വന്നതാണെന്നുള്ളതിൻ്റെ മുഴുവൻ കണക്കുകളും കേന്ദ്ര സർക്കാർ പുറത്തു വിടുമെന്നും അതിന് സഭാവിശ്വാസികളുടെ മുന്നിൽ ഇവർക്ക് കണക്ക് പറയേണ്ടി വരുമെന്ന പേടിയുണ്ട് അവർക്ക്. അതുമാത്രമല്ല, ഇതിൽ കടുപ്പിച്ചാൽ അടുത്തത് ചർച്ച ബില്ല് കൂടി പുറകെ കേന്ദ്ര സർക്കാർ അടിച്ചു തരുമെന്ന ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും മേലിൽ ഒരു രാജ്യത്തും ചെയ്യാത്ത രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ മതപുരോഹിതർ ഇടപെടുന്ന വൃത്തികെട്ട പരിപാടി ഇവട്ടം കൊണ്ട് അവസാനിപ്പിച്ചോണം. ഇറ്റലിയിൽ പോലും ഇല്ലാത്ത അഭ്യാസം ഇവിടെ മേലിൽ കാണിക്കരുത്. നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റാലിയൻ കപ്പലിലെ എൻഡിക്ക റെക്സി അങ്ങനെ എന്തോ ആണ് ആ കപ്പലിൻ്റെ പേര്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആ കപ്പലിലെ 2 ഇറ്റാലിയൻ സൈന്യത്തിൽ തന്നെ നാവികസേനയിലുള്ള 2 പേര് നമ്മുടെ 2 മത്സ്യത്തൊഴിലാളികളെ, കൊല്ലത്തുള്ളവരെ വെടിവെച്ചു കൊന്നു. അവർക്ക് അബദ്ധം പറ്റിയതായിരിക്കാം, തെറ്റിദ്ധരിച്ചതായിരിക്കാം. അതിനുശേഷം അവർ കുറച്ചു കാലം ഇവിടുത്തെ ജയിലിൽ കിടക്കേണ്ടതൊക്കെ വന്നു. പക്ഷേ അന്ന് ഇവിടുത്തെ ഒരു ബിഷപ്പുണ്ടല്ലോ, ആ സമയത്ത് വത്തിക്കാനിലിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊന്നും സോഷ്യൽ മീഡിയ വ്യാപകമായിട്ടില്ല. പക്ഷേ ആ ഒരു ബോധ്യത്തിലായിരിക്കാം അവിടെ വെച്ച് അവിടുത്തെ ഒരു മാധ്യമം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, 2 ഇറ്റലിക്കാർ അവിടെ ജയിലിലാണല്ലോ, എന്ത് ചെയ്യും, അവരെ രക്ഷിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം ഇയാൾ പറയുന്നൊരു വാചകമുണ്ട്, നമ്മുടെ ആൾ അങ്ങ് ഡൽഹിയിലുണ്ട്, സോണിയാഗാന്ധി അവരുടെ കാര്യം നോക്കിക്കോളും, രക്ഷിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, മതപുരോഹിതർ, മതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമാത്രം പിടിമുറുക്കിയിരുന്നു ആ സമയത്ത്. അയാൾ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ഈ ചോരപ്പണം എന്നൊക്കെ പറഞ്ഞ സംഗതി അറബ് നാടുകളിലാണുള്ളത്. കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരമായിട്ട് ലക്ഷങ്ങളോ കോടികളോ കൊടുത്തിട്ട് ഈ കുറ്റവിമുക്തനായിട്ട് പോകുക എന്ന പരിപാടി അത് ഇന്ത്യയിൽ നടത്തിയവർ. അതിലൊരാൾക്ക് പക്ഷാഘാതം എന്തോ വന്ന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, അയാളെ ജയിലിൽ നിന്ന് വിട്ടയച്ചു. കൂടെ ഉള്ള മറ്റേ ആളെ ഉണ്ടല്ലോ, ഇവർ അന്നത്തെ 2 കോടിയോ മറ്റോ ആ കുടുംബങ്ങൾക്ക് കൊടുത്തിട്ട് ഇവിടുന്ന്
രക്ഷിച്ചുകൊണ്ട് പോയി. ഇന്ത്യൻ നിയമത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ചോരപ്പണം കൊടുത്ത് രക്ഷിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അത് നടത്തിയെടുത്തത് ഇതുപോലുള്ള മത പുരോഹിതരുടെ ഇടപെടലായിരുന്നു. അങ്ങനെ ഇവിടെ നടന്നിട്ടുണ്ട്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു എങ്കിലും സോണിയാഗാന്ധി ആയിരുന്നു. സോണിയാഗാന്ധി ആണെങ്കിൽ ഇറ്റലിക്കാരിയാണ്. ആ ധൈര്യത്തിലല്ലേ അവിടെ ഇരുന്നുകൊണ്ട് വത്തിക്കാനിരുന്നുകൊണ്ട് ആ പുരോഹിതൻ പറഞ്ഞത് നമ്മുടെ ആൾ അങ്ങ് ഡൽഹിയിലുണ്ട്, അവരെ രക്ഷിച്ചു കൊടുക്കും. അതിനുശേഷം പുള്ളി ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ സമയത്ത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി പുള്ളി അത് വിചാരിച്ചില്ല അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇത്ര വേഗം ആകുമെന്ന്. സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ തുടക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. അന്ന് കടന്ന് ഉരുണ്ട് കളിച്ചു ആ ബിഷപ്പ്. അപ്പോൾ എത്രയോ വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമൊക്കെ ഇവരുടെ സ്വാധീനമുണ്ടായിരുന്നു, ഇവർ വിലപേശുന്നുണ്ടായിരുന്നു, ഇവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കളി മാറി. BJP എന്നിട്ടും തുടക്കത്തിൽ 2014 മുതൽ ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്തിന് തൊട്ട് മുമ്പ് വരെ അവരുടെ മുന്നിലേക്ക് സൗഹൃദകരം നീട്ടിയിരുന്നു. നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കാം, യോജിക്കാവുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് യോജിക്കാം, വിയോജിപ്പ് പരസ്പരം അങ്ങോട്ട് തുറന്നു പറയാം. പക്ഷേ അപ്പോഴും ഒരു കണ്ടീഷൻ അവരെപ്പോഴും പറയുന്നുണ്ട്. ആകെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു എതിർപ്പ് എന്നത് ഈ ആദിവാസി മേഖലയിലും മറ്റുമൊക്കെ നടത്തുന്ന മതപരിവർത്തനമാണ്. ആ പരിപാടി അവസാനിപ്പിക്കണം. അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇവിടെ നിയമം കൊണ്ടുവരെ നമ്മുടെ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ എതിർത്ത കാര്യമാണ് ആദിവാസികളുടെ ഇടയിൽ അവരുടെ സംസ്കാരം നശിപ്പിച്ചുകൊണ്ട് അവരെ മതപരിവർത്തനം നടത്തരുത് എന്ന കാര്യം. അത് ചെയ്യാൻ അനുവദിക്കരുത്. പക്ഷേ എത്രയോ വർഷമായിട്ട് അത് ഇവിടുത്തെ ഭരണാധികാരികൾ അനുവദിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇവരെന്തോ അവരുടെ എന്തോ സ്വാതന്ത്ര്യമായിട്ട് അനുഭവിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതിലൊക്കെ പതുക്കെ പിടിവീഴുകയാണ്. അത് പിടിവീഴും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഈ ബിഷപ്പ് KCBC, അത് ബിഷപ്പ് കൗൺസിൽ മറ്റൊക്കെ എന്താ അവരുടെ സ്വരം അങ്ങ് താന്നത്? കേന്ദ്ര സർക്കാരിനോട് കടുപ്പിക്കേണ്ട, മൃദു സമീപനം മതി. അങ്ങനെ എന്തെങ്കിലും കടുപ്പിച്ചാൽ കാര്യങ്ങൾ വഷളാവും. അത് ആശങ്കയല്ല, ഭയം. അതെ, ഭയം വേണം. ആ ഭയമുണ്ടെങ്കിൽ ഇത്തരക്കാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ പറ്റൂ. ഇവരെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യ മഹാരാജ്യത്തിൽ BJPക്ക് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ രുചി പിടിച്ചു പോയ ഒരു കൂട്ടരാണ് അവർ. ഇനി അവർ അതിൻ്റെ സുഖം എന്താണ് എന്നറിയും. കാത്തിരുന്ന് പാക്കലാം.